Hi friends, we will come to chapter plus one focus based gravitation chapter. We will two topics. One Newton's universal law of gravitation. രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആണ് അതിൽ ഉറപ്പായിട്ട് ചോദിക്കും മിക്കവാറും രണ്ട് ഡെറിവേഷൻ ചോദിക്കും കേട്ടോ നിങ്ങൾക്ക് 6 മാർക്ക് ഉറപ്പായിട്ട് കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ് എന്തായാലും ഒന്ന് ചോദിക്കും മിക്കവാറും ഈ ചാപ്റ്റേഴ്സ് ആണ് 6-7 മാർക്ക് ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ആ രണ്ട് ഡെറിവേഷനും ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നോക്കിയോ ആദ്യം എന്താ പഠിക്കേണ്ടത് ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഇത് പറയുന്ന കാര്യങ്ങൾ ഒന്നാമത്തേത് ഈ യൂണിവേഴ്സിലെ എല്ലാ ഒബ്ജക്റ്റും പരസ്പരം അട്രാക്ട് ചെയ്യുന്നു ഇതാണ് ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് ഈ യൂണിവേഴ്സിലെ എല്ലാ ഒബ്ജക്റ്റും എന്ത് ചെയ്യുന്നു മാസ് ഉള്ള എല്ലാ ഒബ്ജക്റ്റും പരസ്പരം അട്രാക്ട് ചെയ്യുന്നു ഈ അട്രാക്റ്റീവ് ഫോഴ്സ് എങ്ങനെ കാണാം എന്നാണ് ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറയുന്നത് ന്യൂട്ടൺ പറയുന്നത് അനുസരിച്ച് രണ്ട് മാസ് എടുക്കും രണ്ട് മാസസ് m1 m2 ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ r എന്ന് എടുത്തു ഡിസ്റ്റൻസ് r എന്ന് എടുക്കും അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് മാസിനിടയ്ക്കുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അതായത് F is directly proportional to product of their masses മാസസിന്റെ പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അപ്പൊ എന്ത് പറയാം m1 m2 ഇതിന്റെ മീനിങ് എന്താ മാസ് കൂടിയാൽ എന്ത് കൂടും ഫോഴ്സ് കൂടും മാസ് കുറഞ്ഞാൽ ഫോഴ്സ് കുറയും ഇതാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞത് അടുത്ത് എന്താ പറയുന്നത് ഈ രണ്ട് മാസിനുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഈ രണ്ട് മാസിനിടയ്ക്കുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എങ്ങനെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ കൊടുക്കുന്നത് 1/r². എന്തുകൊണ്ട് r² കൊടുത്തു ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് 1/r² എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി എന്നാണ് ഓക്കെ അതിന്റെ മീനിങ് എന്താ ഡിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ ഫോഴ്സ് കുറയും ഡിസ്റ്റൻസ് കുറയാണെങ്കിൽ ഫോഴ്സ് കൂടും ഓപ്പോസിറ്റ് സംഭവിക്കുന്നതാണ് അപ്പൊ ഒരുമിച്ച് എന്ത് കിട്ടും F is proportional to മുകളിൽ എന്താ ഉള്ളത് m1 m2 ഡിനോമിനേറ്റർ എന്താ ഉള്ളത് r². ഈ സ്റ്റെപ്പ് പഠിച്ചാൽ F is proportional to m1 m2 ഡിവൈഡ് ബൈ എന്താണ് r². മാസിന്റെ പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ഇക്വേഷൻ ആക്കാം നമ്മൾ എന്താ പഠിച്ചുള്ളത് ഒരു പ്രൊപ്പോർഷനെ ഇക്വേഷൻ ആക്കണമെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ഇൻഡ്യൂ ചെയ്യണം ഇവിടുത്തെ കോൺസ്റ്റന്റ് പറഞ്ഞ പേര് നമ്മൾ ജി എന്ന് കൊടുക്കും ഇവിടുത്തെ കോൺസ്റ്റന്റ് ആരാ ജി അപ്പൊ ജി കൊണ്ട് ഇൻഡ്യൂ ചെയ്തപ്പം പ്രൊപ്പോർഷണൽ മാറി എന്തായി ഈക്വൽ ടു ആയി ബാക്കി എന്തുണ്ട് m1 m2 ഡിവൈഡഡ് ബൈ r². അപ്പൊ ഫോഴ്സ് കാണുന്ന ഫോർമുല എന്താ ജി m1 m2 ഡിവൈഡ് ബൈ എന്താണ് r². F എന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് m1 m2 എന്ന് പറഞ്ഞാൽ രണ്ട് ഒബ്ജക്റ്റിന്റെ മാസ് ആണ് r എന്ന് പറഞ്ഞ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് അപ്പൊ ആരായി G എന്ന് പറഞ്ഞ G എന്ന് പറഞ്ഞ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് G കുറച്ച് കൂടുതൽ പറയാനുണ്ട് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഇത്രയേ ഉള്ളൂ ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ അതിൽ ഇനി നമുക്ക് G യെ കുറിച്ച് പറയാം ഒന്ന് G ഇവിടെ വാല്യൂ എന്താണ് കോൺസ്റ്റന്റ് പറഞ്ഞ എന്റെ വാല്യൂ എന്താണ് എന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 6.67 into 10⁻⁻11 6.67 into 10⁻⁻11 യൂണിറ്റ് ഉണ്ട് യൂണിറ്റ് ഡയമെൻഷൻ ഉണ്ട് ഞാൻ പറഞ്ഞുതരാം യൂണിറ്റ് ഉണ്ട് ഈ വാല്യൂ കണ്ടുപിടിച്ച ആളെ പേര് കാവൻഡിഷ് ആണ് പിടിച്ചത് കാവൻഡിഷ് അപ്പം ജിയുടെ വാല്യൂ കണ്ടുപിടിച്ച ആളാണ് കാവൻഡിഷ് മറന്നുപോലും ഇനി ജിക്ക് യൂണിറ്റ് ഉണ്ട് ഡയമെൻഷൻ ഉണ്ട് അപ്പൊ അവിടെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട് നമ്മൾ സെക്കൻഡ് ചാനൽ പഠിക്കും യൂണിറ്റും ഡയമെൻഷനും ഉള്ള ഒരു കോൺസ്റ്റന്റ് പറയാൻ പറഞ്ഞാൽ എന്ത് പറയാം ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് പറയാം യൂണിറ്റും ഉണ്ട് ഡയമെൻഷനും ഉണ്ട് അപ്പൊ നമുക്ക് എന്ത് കാണണം യൂണിറ്റും കാണണം ഡയമെൻഷനും കാണാം ഇവിടുന്ന് ജി കാണണേ r² അല്ലേ ഡിവൈഡ് അല്ലേ അപ്പുറത്തോണ്ടോ ഇൻറ്റു ആവും m1 m2 ഇൻറ്റു അല്ലേ ഇപ്പുറത്തും എന്തായി ഡിവൈഡ് ആയി ഇവിടുന്ന് ജി എങ്ങനെ കാണാം F r² divided by m1 m2 equal to G. ഈ r² മുകളിലോട്ട് കൊണ്ടുപോയി m1 താഴോട്ട് m2 താഴോട്ട് നേരെ ക്ലോസ് ചെയ്തു അപ്പൊ നോക്കാം ജിയുടെ യൂണിറ്റ് നോക്കാം യൂണിറ്റ് നോക്കി ജി എങ്ങനെ കാണുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ ഫോഴ്സ് യൂണിറ്റ് ന്യൂട്ടൺ ഫോഴ്സ് യൂണിറ്റ് എന്താണ് ന്യൂട്ടൺ ഡിസ്റ്റൻസ് യൂണിറ്റ് മീറ്റർ ആണ് ഡിസ്റ്റൻസ് സ്ക്വയർ ആയതുകൊണ്ട് മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ മാസ് അല്ലേ മാസ് യൂണിറ്റ് കിലോഗ്രാം ഇവിടെയും മാസ് അല്ലേ കിലോഗ്രാം 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 എന്തായി കിലോഗ്രാം സ്ക്വയർ
അപ്പൊ അവിടെ എന്ത് കിട്ടി യൂണിറ്റ്? ന്യൂട്ടൺ മോളിലുണ്ട്, മീറ്റർ സ്ക്വയർ, താഴെയുള്ള കിലോഗ്രാം സ്ക്വയർ മോളിൽ കൊണ്ടു. താഴെ ഉള്ളത് മോളിൽ കൊണ്ടുപോയി ആ സൈൻ ഓപ്പോസിറ്റ് ആവും. ഇവിടെ +2 ആണ്, മോളിൽ കൊണ്ടുപോകുമ്പോൾ എന്തായി? -2 ആയി. G⁻². അപ്പൊ യൂണിറ്റ് കിട്ടി. എന്താ യൂണിറ്റ്? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ kg⁻². അപ്പൊ നമുക്ക് ജിയുടെ വാല്യൂം കിട്ടി, യൂണിറ്റും കിട്ടി. ഇനി എന്ത് വേണം? ഡയമെൻഷൻ വേണം. ഇനി അടുത്ത് എന്താ വേണ്ടത്? ഡയമെൻഷൻ ഓഫ് ജി വേണം. ഡയമെൻഷൻ ഓഫ് ക്യാപിറ്റൽ ജി ആണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഡയമെൻഷൻ കാണണം. ഓക്കെ, കാണാം. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എൽ, ഡിസ്റ്റൻസ് സ്ക്വയറിലെ ഫോഴ്സ് ഡയമെൻഷൻ എന്താ? ഫോഴ്സ് ഡയമെൻഷൻ ml T⁻² ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ അല്ലേ? ഡിസ്റ്റൻസ് ഡയമെൻഷൻ എന്താണ്? L ആണ്. ഡിസ്റ്റൻസ് സ്ക്വയർ ആകുമ്പോൾ എന്താവും? L². ഡിവൈഡഡ് ബൈ മാസ് അല്ലേ? മാസ് ഡയമെൻഷൻ എന്താണ്? M ആണ്. വീണ്ടും ഒരു മാസ് അല്ലേ? അതിന്റെ ഡയമെൻഷൻ M ആണ്. അപ്പൊ M × M എന്തായി? m². അതാണ് M എന്ന് എഴുതാം. M × M എന്ന് എഴുതാം, കുഴപ്പമില്ല. m² എന്നാലും പ്രശ്നമില്ല. ഇൻറ്റു വേണ്ട M × M എന്ന് എഴുതാം. ഓക്കെ, ഒരു M ക്യാൻസൽ, ബാക്കി എന്തുണ്ട്? ഒരു M ഇല്ലേ? അത് m⁻1 അല്ലേ? അത് മോളിൽ കൊണ്ടോ? +1 മോളിൽ എന്താവും? -1 ആവും. അപ്പൊ എന്താ? m⁻⁻1. ഇവിടെ L ഉണ്ട്, ഇവിടെ L² ഉണ്ട്. L × L², L⁻3, L³. അപ്പൊ അവിടെ എന്ത് വരും? L³. T വേറെ ഒന്നുമില്ലല്ലോ, T⁻². അപ്പൊ ജിയുടെ ഡയമെൻഷൻ എന്താ? m⁻1 L³ T⁻². ഇതാണ് ജിയുടെ യൂണിറ്റ്, ഇത് ജിയുടെ ഡയമെൻഷൻ. ജിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. കണ്ടുപിടിച്ച ആളുടെ പേരെന്താണ്? കാവൻഡിഷ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറയേണ്ടത്. ഇതിന്റെ കൂടെ വേണം ഒരു കൂടെ പറയാൻ പറ്റും. ഇതിന്റെ വെക്റ്റർ ഫോം എഴുതാൻ ചോദിച്ചാൽ ഇതെങ്ങനെയാണ്? വെക്റ്റർ F = Gm1m2 / r² അല്ലേ? വെക്റ്റർ എഴുതാൻ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? r⁻ കൊടുക്കും. r⁻ എന്തിനെ സൂചിപ്പിക്കുന്നു? യൂണിറ്റ് വെക്റ്റർ പറഞ്ഞു തന്നു. യൂണിറ്റ് വെക്റ്റർ സൂചിപ്പിക്കുന്നത് അതിന്റെ വാല്യൂ 1 ആണ്. അതുകൊണ്ട് ഇവിടെ 1 കൊടുത്ത വ്യത്യാസം വരുമോ? 1 കൊണ്ട് എന്ത് ഇൻഡ്യൂ ചെയ്താലും സെയിം നമ്പറേ കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് യൂണിറ്റ് വെക്റ്റർ ഉപയോഗിക്കുന്നത്, ഡയറക്ഷൻ സൂചിപ്പിക്കാൻ വേണ്ടി. അപ്പൊ ഇത് ഡയറക്ഷൻ സൂചിപ്പിക്കാണ്ട് ഉപയോഗിക്കുന്നതാണ്. r⁻ എന്ന് പറയും. ഇവിടെ അട്രാക്റ്റീവ് ഫോഴ്സ് ആയതുകൊണ്ട് ഇവിടെ ഒരു -n വരും. ഇതെങ്ങനെയാ കൊടുക്കുന്നത്? -r⁻ എന്ന് കൊടുക്കും. എന്തുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നത്? ആ -n ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ഫോഴ്സ് ഈസ് അട്രാക്റ്റീവ്. ഫോഴ്സ് അട്രാക്റ്റീവ് ആയതുകൊണ്ടാണ് ആ -n ഇവിടെ വന്നത് കേട്ടോ. ഇതാണ് വെക്റ്റർ ഫോം എന്ന് പറഞ്ഞത്. ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷന്റെ വെക്റ്റർ ഫോം. ഈ മൈനസ് ഇവിടെയും കൊടുക്കാറുണ്ട്, ഇവിടെയും കൊടുക്കാറുണ്ട് കേട്ടോ. ജസ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ ഫോഴ്സ് അട്രാക്റ്റീവ് ആണ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് -n കൊടുക്കുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കേണ്ടത് പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഒന്നാമത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ്. എപ്പോൾ എന്തായിരിക്കും? അട്രാക്റ്റീവ് ഫോഴ്സ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു. രണ്ടാമത്തത്, ഈ രണ്ട് ബോഡി ഇങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ ചെയ്തു m1 m2. ഇതിനിടയ്ക്ക് മീഡിയം ഉണ്ടല്ലോ. ഇവിടുത്തെ മീഡിയം എന്ന് പറഞ്ഞാൽ ഈ ബോർഡാണ് ഇവിടുത്തെ മീഡിയം. ഈ രണ്ട് ബോഡി ഇവിടെ പ്ലേസ് ചെയ്താൽ ഇവിടുത്തെ മീഡിയം എന്താണ്? എയർ ആണ്. ഇതേ ബോഡി എടുത്ത് വാട്ടറിൽ വെക്കുന്നു. അതായത് ഈ രണ്ട് ഒബ്ജക്റ്റിനെ എടുത്ത് വാട്ടറിൽ മുക്കി വെച്ച്. അപ്പൊ മീഡിയം എന്താണ്? വാട്ടർ ആണ്. ഏത് മീഡിയാലും ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇടയ്ക്കുള്ള മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ആണ് ഏറ്റവും. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇന്റർവീനിങ് മീഡിയം. ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ആശ്രയിക്കുന്നില്ല. ഇന്റർവീനിങ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കുള്ള മീഡിയത്തെ എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അടുത്ത്, ഇറ്റ് ഈസ് an ആക്ഷൻ റിയാക്ഷൻ പെയർ. ഒരു ആക്ഷൻ റിയാക്ഷൻ പെയർ. അതായത് രണ്ട് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ m1 m2 ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് കൊടുക്കും, അതുപോലെ m2 തിരിച്ചു എന്ത് ചെയ്യും? ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് കൊടുക്കും. അപ്പൊ ഞാനും രണ്ടുപേരുണ്ടെന്ന് വെച്ചോ. ഞാൻ എന്റെ ഫ്രണ്ടിൽ നിന്ന് ക്യാമറ വേറെ ഒന്നാണ്. അപ്പൊ ഞാൻ ക്യാമറയ്ക്ക് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, അതുപോലെ ക്യാമറ എനിക്കൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. രണ്ടും ഈക്വൽ ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് ക്യാൻസൽ ചെയ്ത് പോകുന്നത്. രണ്ടും ഈക്വൽ ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് ക്യാൻസൽ ചെയ്ത് പോകുന്നത്. അതായത് ഞാൻ അങ്ങോട്ടും പോകുന്നില്ല, ക്യാമറ ഇങ്ങോട്ടും പോകുന്നില്ല. ഞാൻ അവിടെ നിൽക്കുന്നുണ്ട്, ക്യാമറ അവിടെ നിൽക്കുന്നു. ക്യാമറയ്ക്ക് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. എവിടെയാ? എനിക്ക് അട്രാക്റ്റീവ് ഫോഴ്സ് തന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ക്യാമറയിൽ അട്രാക്റ്റീവ് ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ ക്യാമറയുടെ അടുത്തോട്ടോ ക്യാമറ എന്റെ അടുത്തോട്ടോ വരുന്നില്ല. കാരണം എന്താണ്? ഈ രണ്ട് ഫോഴ്സും ഈക്വൽ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്ത് പോകുന്നു. എല്ലാ ഒബ്ജക്റ്റും അങ്ങനെയാണ്. എല്ലാ ഒബ്ജക്റ്റും പരസ്പരം എന്ത് ചെയ്യുന്നു? അട്രാക്ട് ചെയ്യുന്നു.
രണ്ട് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ രണ്ട് ഒബ്ജക്റ്റും പരസ്പരം ഒരു ഫോഴ്സ് കൊടുക്കും. ആ രണ്ട് ഫോഴ്സും ഈക്വൽ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്ത് പോകും. അതുകൊണ്ടാണ് അവ എന്ത് ചെയ്ത് മൂവ് ചെയ്യാത്തത്. അപ്പൊ എപ്പോഴും ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്താണ്? ഒരു ആക്ഷൻ റിയാക്ഷൻ പെയർ ആണ്. അടുത്തെന്താ? ഇറ്റ് ഇസ് എ ടു ബോഡി ഇന്ററാക്ഷൻ. ടു ബോഡി ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം M1 ഉം M2 നും ഇടയ്ക്ക് ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. ഞാൻ കണ്ടുപിടിച്ചു, എനിക്ക് 5 ന്യൂട്ടൺ എന്ന് കിട്ടി. എത്ര എന്ന് കിട്ടി? 5 ന്യൂട്ടൺ എന്ന് കിട്ടി. അതിനിടയ്ക്ക് ഞാൻ മറ്റൊരു ബോഡി കൊണ്ടുവച്ചു. ഇവിടെ ഒരു മറ്റൊരു ബോഡി കൊണ്ടുവച്ചു, M3 എന്നൊരു ബോഡി കൊണ്ടുവച്ചു. അങ്ങനെ കൊണ്ടുവച്ചപ്പോഴും ഈ M1 ഉം M2 നും ഇടയ്ക്കുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ത് തന്നെയാണ്? 5 ന്യൂട്ടൺ തന്നെയാണ്. അതായത് ഇടയ്ക്ക് ബോഡി വന്നപ്പോഴും ഇല്ലായ്മപ്പോഴും ഫോഴ്സ് സെയിം എന്ന് പറഞ്ഞ മീനിങ് എന്താ? ഇടയ്ക്കൊരു ബോഡി വന്നാലും ഇല്ലെങ്കിലും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്. അതായത് ഇതൊരു ടു ബോഡി ഇന്ററാക്ഷൻ. രണ്ട് ബോഡികൾക്കിടയ്ക്കുള്ള ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞത്. ഇടയ്ക്കൊരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്താലും പ്ലേസ് ചെയ്തില്ലെങ്കിലും ആ ഫോഴ്സിന് വ്യത്യാസം വരുന്നില്ല. അതാണ് ഇവിടെ ഏറ്റുള്ളത് ടു ബോഡി ഇന്ററാക്ഷൻ. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് അതർ ബോഡി. ആ രണ്ടുപേർക്കിടയിൽ വേറെ ഏത് ബോഡി കൊണ്ടുവച്ചാലും ആ ഫോഴ്സ് എന്ത് ചെയ്യില്ല, മാറില്ല. ഒരു ബോഡി കൊണ്ടുവച്ചാലും കൊണ്ടുവച്ചില്ലെങ്കിലും ആ രണ്ട് ബോഡികൾക്കിടയിലുള്ള ഫോഴ്സ് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് ടു ബോഡി ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ സെൻട്രൽ ഫോഴ്സ്. എന്താണ് ഈ സെൻട്രൽ ഫോഴ്സ് എന്ന് പറഞ്ഞത്? അപ്പൊ നോക്കിയോ, രണ്ട് ഒബ്ജക്ട്സ്, ഒരു ഒബ്ജക്റ്റ് ഇവിടെ M1, ഇത് ഒരു ഒബ്ജക്റ്റ് M2. ഈ രണ്ടുപേർക്കിടയിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ട്. അത് എപ്പോഴും ആക്ട് ചെയ്യുന്നത് ഈ ഒബ്ജക്റ്റിന്റെ സെന്റർ ഇതാണ്, ഈ ഒബ്ജക്റ്റിന്റെ സെന്റർ ഇതാണെന്ന് ചോദിച്ചോ. ഈ സെന്ററുകൾ തമ്മിൽ ഒരു ലൈൻ വരയ്ക്കുന്നു. ഈ സെന്ററുകൾ തമ്മിൽ ലൈൻ വരച്ചു. ആ ലൈനിൽ കൂടെ ആയിരിക്കും ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഈ ഫോഴ്സ് എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നത്. രണ്ടൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ടല്ലോ, രണ്ട് അരമാർക്ക് കൊടുത്ത്. അപ്പൊ എന്താണ് എന്തുകൊണ്ട് സെൻട്രൽ ഫോഴ്സ് എന്ന് പറയുന്നു? രണ്ട് ബോഡിക്കിടയ്ക്കുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് രണ്ടുപേരുടെയും സെന്ററുകൾ തമ്മിൽ ഒരു ലൈൻ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആ ലൈനിൽ കൂടെ ആയിരിക്കും ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? സെൻട്രൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ഇറ്റ് ഈസ് കൺസർവേറ്റീവ്. കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്കേജ് പവർ പഠിക്കുന്നതാണ്. അതായത് ഈ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഏത് ഫോഴ്സ്? കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആ കൺസർവേറ്റീവ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ ആരെ ഡിപ്പെൻഡ് ചെയ്യില്ല? പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യൂ. അപ്പൊ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ്? കൺസർവേറ്റീവ് ആണ് എന്ന് പറയുമ്പോൾ മീനിങ് എന്താണ്? അത് ചെയ്യുന്ന വർക്ക് ഡൺ ആരെ ഡിപ്പെൻഡ് ചെയ്യില്ല? പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഏത് പാത്തിൽ അല്ലെ ഏത് മീഡിയത്തിലാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ആരെ ഡിപ്പെൻഡ് ചെയ്യില്ല? ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ്. ഇനിഷ്യൽ പോയിന്റേയും ഫൈനൽ പോയിന്റേയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഏത് പാത്തിലൂടെയാണ് മൂവ് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതിനാണ് കൺസർവേറ്റീവ് എന്ന് പറയുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ്? കൺസർവേറ്റീവ് ആണ്. ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലോങ് റേഞ്ച് ഫോഴ്സ്. ലോങ് റേഞ്ച് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് യൂണിവേഴ്സൽ ഫോഴ്സ് എന്നാ പറഞ്ഞ. അതായത് യൂണിവേഴ്സിലെ ഏത് രണ്ട് ഒബ്ജക്റ്റ് എടുത്താലും അവർക്കിടയിൽ എന്തുണ്ടായിരിക്കും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടായിരിക്കും. അതിന്റെ മീനിങ് എന്താ? ഇത് ലോങ് റേഞ്ചാ. രണ്ട് പ്ലാനറ്റ് ഇടയ്ക്ക് വരെ എന്തുണ്ട്? പ്ലാനറ്റിന് ഇടയ്ക്ക് വരെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ റേഞ്ച് വളരെ വലുതാണ്. ആണ് ലോങ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞത്. അതില് ഇത് ഇമ്പോർട്ടന്റ് ആണ്. ടു ബോഡി ഇന്ററാക്ഷൻ, സെൻട്രൽ ഫോഴ്സ്, കൺസർവേറ്റീവ്, ഇതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്ത ടോപ്പിക്ക് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇതാണ് നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാനുള്ളത്. ഇതിൽ രണ്ട് ഡെറിവേഷൻസ് ഒക്കെ ഉണ്ട്, എന്തായാലും ചോദിക്കും. ഓക്കെ, അപ്പൊ എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി? അത് പറയുമ്പോ എന്താണ് ഫ്രീ ഫോൾ എന്ന് പറയാം. എന്താണ് ഫ്രീ ഫോൾ? ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും വീണ്ടും പറയാം. ഫ്രീ ഫോൾ എന്ന് പറഞ്ഞാൽ ഫോൾ, ഒരു ഒബ്ജക്റ്റ് താഴേക്ക് പതിക്കുന്നു. ആ ഒബ്ജക്റ്റിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അല്ലാതെ വേറെ ഒരു ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ ആ ബോഡി ഫ്രീ ഫോളിലാണെന്ന് പറയാം. ഇപ്പൊ ഒരു ഒബ്ജക്റ്റ് താഴേക്ക് പതിക്കുന്നു അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓൺലി. ഒരു ഒബ്ജക്റ്റ് താഴേക്ക് പതിക്കുമ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് മാത്രമാണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് ഫ്രീ ഫോൾ എന്ന് പറയും. ഒരു ഒബ്ജക്റ്റ് ഫ്രീ ഫോളിലാണെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ ആക്സലറേഷൻ കൊടുക്കുന്നത് എർത്തിന്റെ ഗ്രാവിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ് ഒരു ഒബ്ജക്റ്റ് ഫ്രീ ഫോളിലാണെങ്കിൽ ആക്സലേഷൻ കൊടുക്കുന്നത്. ആ ആക്സലേഷൻ പറഞ്ഞ പേരാണ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. പേര് തന്നെയുണ്ട്, ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഗ്രാവിറ്റി കൊടുക്കുന്ന ആക്സലേഷൻ. അപ്പൊ എന്താ ഡെഫിനിഷൻ ഒന്നുകൂടെ പറയാം. ഒരു ഒബ്ജക്റ്റ് ഫ്രീ ഫോളിലാണെങ്കിൽ
ആ ഫ്രീ ഫോൾ ആയിരിക്കുന്ന ഒബ്ജക്റ്റിന് ആക്സിലറേഷൻ കൊടുക്കുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അതുകൊണ്ട് ആ ആക്സിലറേഷൻ പറഞ്ഞ പേരാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഓക്കെ, നമുക്ക് അതൊന്ന് കാണണം. അതിന്റെ റെപ്രസെന്റേഷൻ സ്മോൾ ജി ആണ്, അതൊരു ആക്സിലറേഷൻ ആണ്. ഓക്കെ, അതെങ്ങനെ കാണാം? നമ്മൾ എന്താ പറയാ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഒബ്ജക്റ്റിന്റെ ഫോഴ്സ് കാണാൻ ഫോർമുല എന്ന് പറഞ്ഞാൽ രണ്ട് ഫോം പഠിച്ചു. ഒന്ന് എം ജി എന്ന് പഠിച്ചിട്ടുണ്ട്, ലാസ്റ്റ് മോഷനിൽ പറഞ്ഞ ഒരു ഒബ്ജക്റ്റിന്റെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അയാളുടെ വെയിറ്റ് ആണ്. വെയിറ്റ് കാണാൻ ഫോർമുല എന്താ, എം ഇൻറ്റു ജി ആണല്ലോ. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചു ഫോഴ്സ് എങ്ങനെ കാണാന്ന് പഠിച്ചു. എങ്ങനെയാ പഠിച്ചത്? ജി എം എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. എന്തുകൊണ്ടാണ് M1 M2 കൊടുക്കാത്തത്? നമ്മള് എർത്തിന്റെ കേസ് പറയുകയാണെങ്കിൽ, അതായത് എർത്തിന്റെ മാസ് ക്യാപിറ്റൽ എം, അതിന്റെ സർഫസിലുള്ള ഒരു ഒബ്ജക്റ്റിന്റെ മാസ് സ്മോൾ എം. എർത്തിന്റെ മാസ് എന്താണ്? ക്യാപിറ്റൽ എം. നമ്മുടെ സർഫസിൽ ഏതൊരു ഒബ്ജക്റ്റിന്റെ മാസ് എന്താണ്? സ്മോൾ എം എന്ന് എടുക്കുന്നു. അതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എർത്തിന്റെ റേഡിയസ് തന്നെയാണ്. ഡിസ്റ്റൻസ് എന്ത് തന്നെയാണ്? എർത്തിന്റെ റേഡിയസ് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ എന്തായിട്ട് മാറും? ജി M1 M2 പകരം ജി ക്യാപിറ്റൽ എം സ്മോൾ എർത്തിന്റെ മാസ് ഇൻറ്റു ഒബ്ജക്റ്റ് മാസ് ഡിവൈഡഡ് ബൈ എർത്തിന്റെ റേഡിയസ് സ്ക്വയർ. കേട്ടാ, എർത്തിന്റെ റേഡിയസിന്റെ സ്ക്വയർ ആയിരിക്കും. എവിടെയാണെങ്കിൽ ഒബ്ജക്റ്റ് എർത്തിന്റെ സർഫസിലാണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് കൊടുത്താൽ മതി? എർത്തിന്റെ റേഡിയസ് കൊടുത്താൽ മതി. ഓക്കെ, ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ച ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കാണുന്ന ഫോർമുല. ഇത് രണ്ടും ഫോഴ്സ് അല്ലേ? ഇത് രണ്ടും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ? ഇതും വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? എന്താ വെയിറ്റ് ഡെഫിനിഷൻ? ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെയാണ് നമ്മൾ വെയിറ്റ് എന്ന് പറയുന്നത്. അതെങ്ങനെയും കാണാതെ പഠിച്ചു, ജി എം എം ബൈ ആർ സ്ക്വയർ എന്ന് പഠിച്ചു. അപ്പൊ രണ്ടും എന്ത് തന്നെയാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് തന്നെയാണ്. അപ്പൊ ഇക്വേറ്റ് ചെയ്യുന്നു. എന്തുകൊണ്ട്? LHS ഈക്വൽ ആ, ഒരു സൈഡ് ഈക്വൽ ആ, മറ്റേ സൈഡ് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടി? എം ജി ഈക്വൽ ടു ജി എം എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. സ്മോൾ എം കട്ടി, അപ്പൊ എന്ത് കിട്ടി? സ്മോൾ ജി ഈക്വൽ ടു ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. അപ്പൊ സ്മോൾ ജി ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അതിൽ എന്തൊക്കെയുണ്ട്? ജി ഓൾറെഡി കോൺസ്റ്റന്റ് ആണ്, യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. എം എന്ന് പറഞ്ഞാൽ അതും കോൺസ്റ്റന്റ് ആണ്. എർത്തിന്റെ മാസ് ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ എർത്തിന്റെ റേഡിയസ്. അപ്പൊ സ്മോൾ ജി കാണുന്ന ഫോർമുല എന്താ? ജി എം ഡിവൈഡഡ് ബൈ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. ഇവിടെ എർത്തിന്റെ സർഫസിലായതുകൊണ്ട് എർത്തിന്റെ റേഡിയസിന്റെ സ്ക്വയർ. ജി ആക്സിലേഷൻ ആയതുകൊണ്ട് യൂണിറ്റ് എന്ത് തന്നെയാണ്? മാറ്റമൊന്നുമില്ല. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്തിനാ പറഞ്ഞാൽ അത് ആക്സിലേഷന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? LT⁻². അതൊന്നും ഒരു മാറ്റവുമില്ല കേട്ടോ, കൃത്യമായി പഠിച്ചു വെച്ചോണം. അപ്പൊ ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് 3 കാര്യം പഠിക്കാനുണ്ട്. അതായത് വേരിയേഷൻ ഓഫ് ജി പഠിക്കാനുണ്ട്. അത് അടുത്ത ഒറ്റ വീഡിയോ പറഞ്ഞുതരാം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്. അതാണ് ഞാൻ പറഞ്ഞ 6 മാർക്ക് വരെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ആ ഡെറിവേഷൻ. അത് ഒരു ഡെറിവേഷൻ എന്തായാലും ചോദിക്കും, ചിലപ്പോൾ എല്ലാം ചോദിച്ചു കളയും കേട്ടോ. അതുകൊണ്ട് വേറെ ക്വസ്റ്റ്യൻസ് ഇല്ല. വേറെ ഒന്നും ഈ ചാപ്റ്റർ ഫോക്കസ് ഏരിയ ആയതുകൊണ്ട് ചുരുക്കിയതുകൊണ്ട് ആ അപ്പുറമുള്ള ക്വസ്റ്റ്യൻ ഏറ്റവും മെയിൻ ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. അപ്പൊ അത് അടുത്ത വീഡിയോയിൽ പറയാം.